ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ ക്യാബേജ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് കണ്ടു നോക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് അടുപ്പിലൊരു പാൻ വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും ജീരകവും കൂടെ ചതച്ച് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും ജീരകവും നല്ലപോലെ വഴണ്ടു വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് മുറിച്ച് കഴുകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വഴണ്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ക്യാബേജും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ ക്യാബേജിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും മസാലയൊക്കെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് യോജിപ്പിക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം. നമ്മുടെ ക്യാബേജും ഉരുളക്കിഴങ്ങും ഒക്കെ വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അങ്ങനെ നമ്മുടെ ഈ ക്യാബേജും ഉരുളക്കിഴങ്ങും ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണിത്. ചപ്പാത്തിയോടൊക്കെ നല്ലപോലെ കൂട്ടാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.